നീ പറയണം അല്ലാഹ് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നു. അല്ലാഹുവിനെ കൂടാതെ ഒരു ശക്തിക്കും കഴിയുകയില്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം പറയണം ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിനോട് പറയണം അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ അല്ലാഹുവിൽ പരമേൽപ്പിക്കുന്നു. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ്. അല്ലാഹ് ഞാൻ നിന്നെ ഏൽപ്പിക്കന്നെ, നിന്റെ നാമത്തിൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു. നിന്നെ കൂടാതെ ഒരു ശക്തിയില്ല ഈ ലോകത്ത്. ഏറ്റവും വലിയ ശക്തി നീ തന്നെയാ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്നെക്കാളും വലിയൊന്നുമില്ല അല്ലാഹ്. അപ്പൊ ഏറ്റവും വലിയ ശക്തനായ നിന്റെ കയ്യിൽ എന്നെ ഏൽപ്പിക്കുകയാ. നീ സൂക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, കടയിലാണെങ്കിലും കച്ചവടമാകുമ്പോൾ ഉണ്ടാ ചിലരൊക്കെ വണ്ടിയിലൊക്കെ കയറുമ്പോൾ ഓതിയിട്ട് കയറണേ. സ്കൂളിൽ പോകുമ്പോൾ, കച്ചവടത്തിന് പോകുമ്പോൾ, എല്ലാ കാര്യങ്ങൾക്കും പോകുമ്പോൾ ബിസ്മി പറഞ്ഞിട്ട് ഇറങ്ങിപ്പോകുന്നവർ, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് അല്ലാഹനെ ഏൽപ്പിച്ചിട്ട് പോകുന്നവർ ഒരു പേടിയില്ല. പോയി തിരിച്ചു വരുന്നത് വരെ യാതൊരു ഭയവുമില്ല. 5 മിനിറ്റ് ഇടവിട്ട് വിളിക്കുക, എവിടെ എത്തി ഇല്ല. പോയി കഴിഞ്ഞാൽ അൽഹംദുലില്ലാ. എങ്ങനാ അല്ലാഹനെ ഏൽപ്പിച്ചിട്ട് പോകുന്ന ഭർത്താവാണെങ്കിൽ ഭാര്യയ്ക്ക് ടെൻഷനുണ്ടോ? ഇതങ്ങനല്ല. പടച്ചോന് തിരുവല്ല വരെ പോകാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാലും എവിടെ എത്തിയപ്പോൾ വിളിക്കും, എവിടെ എത്തി, എന്തുണ്ട് വിശേഷം? തിരുവല്ല വരെ പോകാൻ പോയതാ. അപ്പോഴും ഭാര്യ വിളിക്കുക, എന്താ വിശേഷം? ഒന്നുമില്ല, തിരുവല്ല വരെ എത്തി, അൽഹംദുലില്ലാ, അത്ര തന്നെ. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിൽ പരമേൽപ്പിച്ച് പോകുന്ന ഭയമില്ല. അവന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കുകയാ. മഹാനായ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറയുകയാണ്, യുകാലു ഹീന ഇദിന് ഹുദീത വ കുഫീത വ ബുഖീത ഫതഹന്നഹാ ലഹു അശ്ശൈത്താൻ ഫയഖൂലു ലഹു അശ്ശൈത്താൻ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അവിടെന്ന് പ്രവാചകൻ അവിടെന്ന് പറയപ്പെടുകയാണ്, നീ സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു, നിനക്ക് മതിയായതാണ്, നിന്റെ സംസാരം, നിന്റെ സംരക്ഷണം നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഒരാള് വീട്ടിൽ നിന്നിറങ്ങുന്ന സമയം അവനിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഇറങ്ങുന്നതെങ്കിൽ അല്ലാഹു പിശാചിനോട് പറയുമത്രേ, സന്മാർഗം പ്രാപിച്ചിരിക്കുന്നു. ഒരാളിത് പറഞ്ഞുകൊണ്ടാണ് വീട്ടിൽ നിന്ന് വെളിയിൽ ഇറങ്ങുന്നതെങ്കിൽ ഇബ്ലീസിനോട് അല്ലാഹു പറയുകയാ, അവൻ ഏൽപ്പിച്ചു കഴിഞ്ഞു, അവന്റെ സംരക്ഷണം ഞാൻ ഏറ്റെടുത്തു കഴിഞ്ഞു, ഇനി നിനക്ക് നിന്റെ വഴി നോക്കാം, പുറകെ നടന്നിട്ട് പ്രയോജനമില്ല. അതാ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വീടിന്റെ വെളിയിലേക്ക് ഇറങ്ങുമ്പോ സ്കൂൾ തുറക്കാൻ പോകുകയാണ്, ഭയത്തിലാണ്. മക്കളെ വിടുമ്പോ പറഞ്ഞിട്ട് വിട്. അന്ന് പറയുകയാ, പടച്ചവൻ ഇബ്ലീസിനോട് പറയുകയാ, ആ പൊന്നുമോന്റെ പുറകെ നടന്നിട്ട് പ്രയോജനമില്ല, ആ പൊന്നാര മകളുടെ പുറകെ നടന്നിട്ട് കാര്യമില്ല, സംരക്ഷണം എന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞു എന്ന് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് പറയുമെന്ന് പറയുമ്പോ, സഹോദരാ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ പറയണേ ബിസ്മില്ലാ. 5ാമത്തെ സ്ഥലമേതെന്നറിയുമോ? വീടിന്റെ വാതിലടയ്ക്കുമ്പോ കുടുംബസമേതം കല്യാണത്തിന് പോകുമല്ലോ, കറങ്ങാൻ പോകുമല്ലോ, കുടുംബക്കാരുടെ വീട്ടിൽ പോകുമല്ലോ, പല ഫംഗ്ഷനുകളിലും പോകുമല്ലോ. വീടിന്റെ വാതിലടയ്ക്കുമ്പോ അത് പകലാകട്ടെ രാത്രിയാകട്ടെ നിങ്ങൾ പറയണം ബിസ്മില്ലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കണേ, അത് പകലാണെങ്കിലും രാത്രിയാണെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കണേ. കാരണം നിങ്ങൾ മറക്കരുത്. റസൂലുള്ളാഹി അൻ ജാബിർ ഇബ്നു അബ്ദില്ലാഹ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ കാന ജുൻഹുൽ ലൈൽ ഔ അംസൈതും ഫഖുഫൂ സിബിയാനകും ഫഇന്ന ശൈത്വാന
കാന തൻതസിറൂ ഹീനഇദിൻ ഫഇദാ ദഹബ സഅതു മിനൽ ലൈൽ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, രാത്രി ഇരുട്ടാകാൻ തുടങ്ങിയാൽ മക്കളുള്ള മാതാപിതാക്കൾ പഠിച്ചോ, വൈകുന്നേരം 6:30 5:45 കഴിഞ്ഞ് 6 മണി കഴിഞ്ഞ് മഗ്രിബിന്റെ ബാങ്ക് വിളിക്കാ സമയമാകുമ്പോ കൊച്ചുമക്കളെയും എടുത്തുകൊണ്ട് കറങ്ങാൻ പോകുന്നവർ, കടയിൽ പോകുന്നവർ, പരിസരങ്ങളിൽ വായി നോക്കാൻ പോകുന്നവർ, എന്റെ പ്രിയപ്പെട്ടവരെ കേട്ടോ, ഞാനല്ല പറയുന്നത്, റസൂലുള്ളാഹി ഇമാം സഹീഹുൽ ബുഖാരിയിൽ ഈ ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇരുട്ടാ തുടങ്ങിയാൽ അല്ലെങ്കിൽ വൈകുന്നേരമായാൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പുറത്തിറങ്ങുന്നതിൽ നിന്ന് തടയണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഇരുട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വൈകുന്നേര സമയം എന്ന് പറഞ്ഞാൽ 6 മണി കഴിയുന്ന സമയം, ഒരു 6 മണി 6:30 ആ സൂര്യൻ അസ്തമിക്കുന്ന ആ ഒരു സമയം, ആ സമയങ്ങളിൽ നിങ്ങളുടെ കുട്ടികൾ വീടിന് പുറത്തിറങ്ങുന്നത് നിങ്ങൾ തടയണേ എന്ന് നബിയിനാ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞ നബിയിനാ റസൂലുള്ളാഹി. തടഞ്ഞില്ലെങ്കിലോ ചില മാതാപിതാക്കൾ പറയും, എന്തുവാന്നറിയത്തില്ല ഉസ്താദ്, ഇവൻ എന്തൊരു ദേഷ്യവാ, ഇവന് ദേഷ്യം വരുമ്പോൾ ഇവന്റെ മുഖം കാണണം, കൈകാലൊക്കെ അങ്ങ് വിറക്കി, എന്തൊക്കെയോ ചെയ്യണം, വല്ല പറഞ്ഞ അനുസരണയില്ല, ഇതൊന്നും ചെയ്യണത് ഇവനല്ല, ദേഷ്യം വരുമ്പോ ഇവൻ ചെയ്യണതല്ല, വേറെ ആരോ ചെയ്യണത് പോലെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വൈകുന്നേര സമയത്ത് വെട്ടിയിൽ ഇറക്കരുത്. അതെങ്ങനെ 5:45 6 മണിയാകുമ്പോഴാ എവിടെ പോണത്? ആലപ്പുഴ കടപ്പുറത്ത് പോകാൻ ഇറങ്ങണേ. ആരാ? മക്കളെയും കൊണ്ട്. എടാ നീ പോയാ പോരെ, ആ പാവത്തിനെ കൂടെ. ആ സമയത്ത് എല്ലാം കൂടെ ഒരുങ്ങിക്കെട്ടി അങ്ങോട്ട് ഇറങ്ങും ഭാര്യയും മക്കളും. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ കുട്ടികളെ പുറത്തുവിടരുത്. കാരണം എന്തെന്നറിയുമോ? റസൂലുള്ളാഹി പറയുകയാ, കാരണം അന്നേരമാണ് പിശാചുകൾ വ്യാപിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പോഴാ എല്ലാം കൂടെ അങ്ങോട്ട് പറച്ചവനെ ഇറങ്ങണത് ഡ്യൂട്ടിക്ക് പോകാനേ, പകലല്ല. ആ വൈകുന്നേര സമയമാകണം, മലക്കുകൾ പോയി അടുത്ത മലക്കുകൾ വരുന്ന സമയം. അപ്പോഴാണ് കളി എഴുന്നേക്ക് പോകാം, ഇന്നത്തെ പരിപാടി തുടങ്ങണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം കൂടെ അങ്ങോട്ട് ഉഷാറായിട്ട് ഇറങ്ങണത്. എന്തിന്? ആ സമയത്തായി ഇറങ്ങണം. അപ്പോഴെ നോക്കുമ്പോൾ ഒരെണ്ണത്തിനെ കിട്ടി കൂടെ കൂടും. പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. എന്തോ വിശ്വാസം വരുന്നില്ലെന്ന് തോന്നുന്നു. ഞാനല്ല പറയുന്നത്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ഇതൊക്കെ പണ്ടത്തെ ഉമ്മമാര് വെറുതെ പറഞ്ഞല്ല, കിളവിക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു പറയണേ. നമ്മൾ പറയും, പണ്ടത്തെ ഉമ്മമാര് വെറുതെ പറഞ്ഞതല്ല. രാത്രിയുടെ ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ അവരെ നിങ്ങൾ വിട്ടേക്കുക. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ആ സമയത്ത്, ആ വൈകുന്നേര സമയത്ത് പിടിച്ചു വെക്ക്. കുറെ കഴിഞ്ഞാ പിന്നെ കുഴപ്പമില്ല. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന വൈകുന്നേര സമയത്ത് വീടിന്റെ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. മഗ്രിബിന്റെ സമയം കഴിയുന്നത് വരെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ പുറത്തിറങ്ങാൻ അനുവദിക്കരുത്. അതുകൊണ്ടാണ് വൈകുന്നേരം 6 മണിക്ക് മുമ്പ് പണ്ട് വീടിനകത്ത് കയറണമെന്ന് വാപ്പ നിയമം എഴുതി വെച്ചത്. എവിടെ പോയാൽ എത്ര മണി? 6 മണിക്ക് വീടിനകത്ത് കയറിക്കൊള്ളണം. പണ്ട് അങ്ങനെ ഒരു നിയമം ഉണ്ടായിരുന്നു. ഇപ്പൊ രാത്രി 12 മണിയായ ആ നിയമം അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ വാപ്പ പിന്നെ നോക്കാറില്ല, വീടിന്റെ താക്കോൽ ഓന്റെ പോക്കറ്റില്ല, തുറന്ന് കയറി കിടന്നോളും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, റസൂലുള്ളാഹി പറയുകയാ, വാതിലുകൾ നിങ്ങൾ അടയ്ക്കുക, അല്ലാഹുവിന്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യുക. വീടിന്റെ വാതിലടയ്ക്കുന്ന സമയം ബിസ്മി പറഞ്ഞുകൊണ്ട്, അല്ലാഹുവിന്റെ നാമം പറഞ്ഞുകൊണ്ട് വേണം അടയ്ക്കാൻ. തീർച്ചയായും ബിസ്മി ചൊല്ലി അടയ്ക്കപ്പെട്ട വാതില് പിശാച് ഒരിക്കലും തുറക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, ബിസ്മി പറഞ്ഞടച്ച വാതിലുണ്ടല്ലോ, ഇബ്ലീസിന് ധൈര്യമില്ല മനുഷ്യ, ഇബ്ലീസിന് തുറക്കാൻ കഴിയുകയില്ല, ഇബ്ലീസിന് തുറക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ പൂട്ടിട്ട് പൂട്ടിക്കഴിഞ്ഞാൽ അത് തുറക്കാൻ ഇബ്ലീസിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ആറാമത്തെ കാര്യം എന്തെന്നറിയുമോ? നിസാരമായി കാണല്ലേ, നിസാരമായി കാണല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സതുറു മാ ബൈന അയ്യുനിൽ ജിന്നി വഔറാതി ബനി ആദമ ഇദാ വളഅ അഹദുഹും സൗബഹു അയ്യഖൂലു ബിസ്മില്ലാഹ്. നമ്മൾ ആരും സൂക്ഷിക്കാത്ത കാര്യമാ, നമ്മൾ നിസാരമായി കാണുന്ന കാര്യമാ, പരിഗണിക്കാത്ത കാര്യമാ. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഇത് നല്ലതുപോലെ പഠിച്ചു വെച്ചോ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, ആദമ സന്തതികളുടെ നഗ്നതകളുടെയും ജിന്നുകളുടെ ദൃഷ്ടികളുടെയും ഇടയിലുള്ള മറക്കി ഒരാള് തന്റെ വസ്ത്രം നീക്കുമ്പോ ബിസ്മില്ല ചൊല്ലണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ ഇട്ടിരിക്കുന്ന വസ്ത്രം ഞാൻ റൂമിനകത്ത് നിന്ന് അഴിച്ചു മാറ്റുമ്പോൾ പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരണം ഇബ്ലീസിന്റെ ചതി, ഇബ്ലീസിന്റെ ചതി. റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ആ സമയത്ത് നിങ്ങളത് ചെയ്യണം. തന്റെ വസ്ത്രം നീക്കുന്ന സമയത്ത് നിങ്ങളത് പറയണം. ആദം സന്തതികളുടെ നഗ്നതകളുടെയും ജിന്നുകളുടെ ദൃഷ്ടികളുടെയും ഇടയിലുള്ള ഒരു മറയായി വസ്ത്രം, മറയാണ് വസ്ത്രം. അതുകൊണ്ട് ഇത് ഊരുന്ന സമയം നിങ്ങൾ അല്ലാഹുവിന്റെ നാമം പറയണമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശദീകരിക്കുന്നില്ല. ഏഴാമത്തെ കാര്യം എന്തെന്നറിയുമോ? അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ ഖാല ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ അന്ന അഹദുഹും ഇദാ അറാദ അൻ യഅതിയ അഹ്ലഹു ഖാല ബിസ്മില്ലാഹ് اللهم جنبنا الشيطان وجنب الشيطان ما رزقنا فإنه إذا يقدر بينهما ولد في ذلك لم يضره الشيطان أبدا. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, നീ നിന്റെ ഭാര്യയുമായിട്ട് ശാരീരികമായി ബന്ധപ്പെടുമല്ലോ, അല്ലാഹു നിനക്ക് ഹലാലാക്കി തന്നോ, നിനക്കിണയാക്കി തന്നോ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുമായി ബെഡ്റൂമിന്റെ ഉള്ളറകളില് നീ നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുമ്പോ ആ സമയത്തും നീ പറയണം ബിസ്മില്ലാഹ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളിൽ ഒരാൾ തന്റെ ഭാര്യയെ സംയോഗം ചെയ്യുന്നതിന് മുമ്പ് ഇപ്രകാരം ചൊല്ലിയാൽ അതിലൂടെ ഒരു കുഞ്ഞിനെ നൽകപ്പെടുമ്പോ അതിനെ ശൈത്താൻ ഒരിക്കലും ആക്രമിക്കുകയില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. തന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുമ്പോൾ ആ ബന്ധപ്പെടാൻ തുടങ്ങുന്നതിന് മുമ്പ് പറയണം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ ജന്നിബിന ശൈത്താൻ വജന്നിബി ശൈത്താൻ മാ റസഖതനാ. ഇത് പറഞ്ഞുകൊണ്ടാണോ നീ ബന്ധപ്പെട്ടത്? അതിലൂടെ അല്ലാഹ് നിനക്കൊരു മകനെ നൽകിയ, ഒരു മകളെ നൽകിയ, ശൈത്താൻ ഒരിക്കലും അവരെ ആക്രമിക്കാൻ കഴിയില്ല, ശൈത്താൻ അവരെ ഉപദ്രവിക്കാൻ കഴിയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അല്ലാഹുവിന്റെ നാമത്തിൽ അല്ലാഹുവേ, പിശാചിന്റെ പൈശാചികത്തിൽ നിന്ന് ഞങ്ങളെ നിന്നെ നീ അകറ്റണമേ അല്ലാ. ഞങ്ങൾക്ക് ഇതിലൂടെ നൽകുന്നതിലും സന്താനത്തിൽ നീ പിശാചിനെ അകറ്റണേ അല്ലാ. ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ നിന്ന് പറയുന്ന ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണം തമ്പുരാന്. ശപിക്കപ്പെട്ട, ലാനത്താക്കപ്പെട്ട, നശിച്ചവനായ ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് എന്നെയും എന്റെ ഭാര്യയെയും നീ രക്ഷപ്പെടുത്തണം. ഇതിലൂടെ ഞങ്ങൾക്ക് തരുന്ന സന്താനമുണ്ടല്ലോ, അതിനെയും നീ രക്ഷപ്പെടുത്തണേ അല്ലാ.
എന്ന് ദുആ ചെയ്യണേ, എന്ന് ദുആ ചെയ്യണേ. ചെയ്തു കഴിഞ്ഞാൽ അവന്റെ ഉപദ്രവത്തിൽ നിന്നുള്ള രക്ഷയാണ്. പിന്നെ പേടി വേണ്ട, പിന്നെ ടെൻഷൻ വേണ്ട, പിന്നെ യാതൊരു ഭയവുമില്ല. എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങള്, ഒരുപാട് ചരിത്രം പഠിച്ചവരാണല്ലോ. തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ഒരുപാട് മഹാന്മാരുണ്ട്. കുഞ്ഞുങ്ങളായിരുന്ന സമയത്ത് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച ഒരുപാട് പേരുണ്ട്. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. ഇനി ഒരു ദിവസത്തെ വയത്, കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്ന സമയത്ത് നല്ലതുപോലെ സംസാരിച്ച ഒരുപാട് പേരുണ്ട്. അവരാരാണെന്ന് പഠിക്കണം. അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ടത് ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് പോലും ബിസ്മി പറഞ്ഞുകൊണ്ടാണ് ബന്ധപ്പെടുന്നതെങ്കിൽ അവിടെയും നമുക്ക് രക്ഷ. അല്ലാഹുവേ, എന്നെയും എൻ്റെ ഭാര്യയെയും പൈശാചികമായിട്ടുള്ള ഉപദ്രവങ്ങളെ തൊട്ട് നീ കാക്കണം. ഞങ്ങൾക്ക് കിട്ടുന്ന കുഞ്ഞിനെയും നീ രക്ഷപ്പെടുത്തണം. അതിനർത്ഥം, അതിനാണ് അവനർത്ഥം. അതുകൊണ്ടാ എന്തിനും അതാ ഇസ്ലാം, ഇതാ ഇസ്ലാം, ഇതാണ് അല്ലാഹുവിൻ്റെ ദീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തരാത്ത ഏതെങ്കിലും ഒരെണ്ണം പറ. എല്ലാ കാര്യങ്ങൾക്കും പ്രവാചകൻ അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പിശാചിന്റെ കുതന്ത്രങ്ങളിൽ നിന്നുള്ള രക്ഷയ്ക്ക് ബിസ്മില്ല പറയൽ പ്രത്യേകം പഠിപ്പിക്കപ്പെട്ട ചില സന്ദർഭങ്ങളും ചില സാഹചര്യങ്ങളുമുണ്ട്. നമുക്ക് നന്മകൾ കരസ്ഥമാക്കാൻ കഴിയുന്ന, അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുവാനും പ്രതിഫലം നേടിയെടുക്കുവാനും അതിലുപരിയായി എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കാൻ കാരണമാകുന്ന ഒരു വലിയ സൽക്കർമ്മമാണ് ബിസ്മി പറയുന്നതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നത്. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വലിയ പ്രതിഫലങ്ങൾ നേടാൻ കഴിയും. നമ്മൾ മനസ്സിലാക്കണം, ചില സന്ദർഭങ്ങൾ, ചില സാഹചര്യങ്ങൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറഞ്ഞു തരികയാ. ബിസ്മില്ല പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? റസൂലുള്ളാഹി തങ്ങൾ അവിടുന്ന് പറഞ്ഞല്ലോ, പ്രവാചകന്റെ സുന്നത്താണ്. ആ ബിസ്മി പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന രണ്ട് നേട്ടങ്ങള്: ഒന്ന്, അല്ലാഹുവിന്റെ സഹായം ലഭിക്കും, അല്ലാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും. രണ്ട്, പൈശാചിക ഉപദ്രവങ്ങളിൽ നിന്നുള്ള രക്ഷയാ. അതുകൊണ്ട് ഓർത്തുവെച്ചോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒന്നാമതായി പറയുകയാണ്, നീ നിന്റെ വീടിനകത്ത് കയറുമ്പോ ബിസ്മില്ല പറയണം. നീ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുന്ന സമയത്ത് ബിസ്മില്ല പറയണം. അല്ലാഹുവേ, ബാത്റൂമിന്റെ അകത്തേക്ക് പോകുമ്പോ കയറുന്നതിന് മുമ്പ് നീ ബിസ്മില്ല പറയണം. നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീട്ടിന്റെ വാതിലടയ്ക്കുമ്പോ നീ ബിസ്മില്ല പറഞ്ഞുകൊണ്ടടയ്ക്കണേ. ബിസ്മി പറഞ്ഞുകൊണ്ടടച്ച വാതിൽ തുറക്കാൻ ഇബ്ലീസിന് കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, ആറാമതായിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നീ വസ്ത്രം അഴിച്ചിടുമ്പോ അല്ലാഹുവേ ബിസ്മി പറയണേ. ഏഴാമതായിട്ട് അവിടുന്ന് പറയുകയാ, നീ നിന്റെ ഭാര്യയുമായി ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് നീ ബിസ്മി പറഞ്ഞുകൊണ്ട് വേണം തുടങ്ങാൻ. അങ്ങനെ തുടങ്ങിയ അതിലൂടെ ഉണ്ടാകുന്ന സന്താനമുണ്ടല്ലോ, ആ സന്താനത്തിന് പൈശാചിക അക്രമമുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുമ്പോ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ബിസ്മി പറയുക എന്നത് പ്രവാചകന്റെ സുന്നത്താണ്. ഈ സുന്നത്താണ് മുറുകെ പിടിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ പോലും ബിസ്മി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. അല്ലാഹുവിന്റെ നാമത്തിലാ ഖുർആനിലെ ഒന്നാമത്തായത് ഇറങ്ങിയത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ്. അതുകൊണ്ട് ഞാൻ നിങ്ങളും അവിടുന്ന് പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കൂ. അതാണ് പ്രവാചക സ്നേഹത്തിന്റെ അടയാളം. അല്ലാഹുവിന്റെ പ്രവാചകനോടുള്ള മഹബ്ബത്തിന്റെ അടയാളമാണ്, സ്നേഹത്തിന്റെ അടയാളമാണ് മുത്തുനബിയുടെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത്. ആ സുന്നത്തുകൾ
ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹു തരുന്ന പ്രതിഫലമെന്താ? ദുനിയാവിലെ 4 പ്രതിഫലമാ. ആരെങ്കിലും അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു സുന്നത്തെങ്കിലും ജീവിതത്തിൽ മുറുകെ പിടിച്ച അല്ലാഹു ദുനിയാവിൽ വെച്ച് 4 പ്രതിഫലം കൊടുക്കും. നിന്റെ കണ്ണടയുന്നതിന് മുമ്പ്, അസ്റായിലിനെ കാണുന്നതിന് മുമ്പ് അല്ലാഹു നിനക്ക് 4 പ്രതിഫലം തരും സഹോദരാ. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. ചെറുപ്പക്കാരാ, മരണം മുതൽ 3 എണ്ണമുണ്ടടാ. മരണം മുതൽ 3 പ്രതിഫലമാ. വേറെ ഒന്നിനും കിട്ടാത്ത പ്രതിഫലമാ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ റബീഉൽ അവ്വൽ മാസമാ. നബിയെ സ്നേഹിക്കുന്നവര്, ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നവര്, പ്രവാചക പ്രണയവുമായി ജീവിക്കുന്നവര്, മുത്തുനബി എന്റെ കരളിന്റെ കഷ്ടമാണെന്ന് പറയുന്നവര് ആ പ്രവാചകന്റെ സുന്നത്ത് മുറുകെ പിടിക്കൂ. സഹാബത്ത് എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കാൻ വല്ലാത്ത വാശിയായിരുന്നു. അതായിരുന്നു സ്വഹാബത്തിന്റെ ജീവിതം. അതുകൊണ്ട് നമ്മളും അങ്ങനെയാകണം. സിനിമാ താരങ്ങളെ മോഡലാക്കുന്നവര്, ഫുട്ബോൾ താരങ്ങളെ മോഡലാക്കുന്നവര്, എടാ ചെറുപ്പക്കാരാ, ലോകത്തിന്റെ നേതാവിനെ മോഡലാക്കടാ. റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ മുറുകെ പിടിക്കൂ. എന്തിനാ സുന്നത്ത്? എന്തിനാ ഉസ്താദേ? ചെയ്താത്തതിന്റെ പേരിൽ നരകത്തിൽ പോകില്ലല്ലോ. സുന്നത്തിന്റെ പ്രതിഫലം നിനക്കറിയാഞ്ഞിട്ടാണ്. ഒരു സുന്നത്ത് ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? താടി വളർത്തിയ, മീശ വെട്ടിയ, തൊപ്പി ധരിച്ച, വെള്ള വസ്ത്രം ധരിച്ച, നല്ലതുപോലെ മുടിവെട്ടി നടന്ന, നല്ലതുപോലെ വസ്ത്രം ധരിച്ച് നടന്ന അല്ലാഹു തരുന്ന പ്രതിഫലം നിനക്കറിയില്ലടാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞല്ലോ, ഈ ഒരു കാലഘട്ടം വരും സ്വഹാബ, ഒരു കാലഘട്ടം വരും സ്വഹാബ, അന്നാരെങ്കിലും എന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ, ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? 100 ശുഹദാഇന്റെ കൂലിയാ. ഹംസ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കേൾക്കുമ്പോ, അതാ മിസ്അബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം കേൾക്കുമ്പോ, ഉമൈർ തങ്ങളുടെ ചരിത്രം കേൾക്കുമ്പോ, ബിലാൽ തങ്ങളുടെ ചരിത്രം കേൾക്കുമ്പോ, സുമയ്യ ബീവിയുടെ ചരിത്രം കേൾക്കുമ്പോ, അല്ലാഹുവേ ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ലല്ലോ അല്ലാ. കൊതി തോന്നുന്ന ചെറുപ്പക്കാരാ, കൊതി തോന്നുന്ന മുസ്ലിമേ, ആ കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഒരു കാലഘട്ടം കടന്നു വരും, എന്റെ സമുദായത്തിനൊരു കാലഘട്ടം കടന്നു വരും. ആ കാലഘട്ടത്തിൽ ആരെങ്കിലും എന്റെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച ബദറിൽ പോകണ്ട, ഹന്തക്കിൽ പോകണ്ട, ഖൈബറിൽ പോകണ്ട, ഹുനൈനിൽ പോകണ്ട, യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോയി ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൈയും കാലും കണ്ണും തലയും കരളും കൊടുത്ത അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്തുണ്ടല്ലോ. സയ്യിദു ശുഹദാഇ ഹംസ, ഹംസ റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് സ്വഹാബത്തുണ്ടല്ലോ. ആ ശുഹദാക്കളുടെ പ്രതിഫലം 100 ഷഹീദിന്റെ കൂലിയാ, 100 ഷഹീദിന്റെ കൂലിയാ. റസൂലുള്ളാഹിയുടെ ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഏതെങ്കിലും ഒരു സുന്നത്ത്, അത് ചെറുതാകട്ടെ വലുതാകട്ടെ, എന്തിനാ ഇന്ന് പഠിച്ചല്ലോ, ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്താണ്, ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങൽ സുന്നത്താണ്. ഏതെങ്കിലും ഒരു സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചാ 100 ഷഹീദിന്റെ കൂലിയാ, 100 ഷഹീദിന്റെ കൂലിയാ. എന്തിനാ മോനെ? ഇതിനേക്കാൾ
മരിച്ചാലും എന്ത് പ്രതിഫലമാ നിനക്ക് വേണ്ടത്? അതുകൊണ്ട് പ്രവാചക സ്നേഹത്തിന്റെ അടയാളങ്ങളാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിയുടെ സുന്നത്ത് മുറുകെ പിടിക്കൂ. കാരുണ്യവാനായ അല്ലാഹ്, കരുണക്കടലായ അല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ തൃക്കരത്തിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഭാഗ്യം തരണേ അല്ലാഹ്, ഭാഗ്യം തരണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച വെറുതെയാകില്ല, വെറുതെയാകില്ല. നഷ്ടമില്ല ചെറുപ്പക്കാരാ, നഷ്ടമില്ല മുസ്ലിമേ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് വെച്ച് ആര് മറന്നു പോയാലും മുത്തുനബി നിന്നെ മറക്കൂല, അല്ലാഹുവിന്റെ റസൂല് നിന്നെ മറക്കൂല. നിന്റെ കയ്യിൽ പിടിക്കാൻ കാണും മുസ്ലിമേ. അല്ലാഹുവേ, അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിലെങ്കിലും ഒന്ന് കാണാൻ നീ ഭാഗ്യം തരണേ അല്ലാഹ്, നീ ഭാഗ്യം തരണേ അല്ലാഹ്. അവിടുത്തെ ശഫാഅത്ത് നൽകണേ അല്ലാഹ്.